മുരുക. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ ഭീകര പ്രവർത്തനത്തിൻ്റെ വാർത്തകളിലൂടെയാണ്. ഈ ഭീകര പ്രവർത്തനമൊക്കെ നടക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? അറിവില്ലായ്മ തന്നെയാണ്. ഞാൻ തന്നെയാണ് അവനിലിരിക്കുന്നത് എന്ന് അറിയാത്ത ആ അജ്ഞത. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. ആ കണ്ണ് തുറന്നിട്ടില്ല. അവർ എന്താ ചെയ്യുന്നത്? വിളിച്ചു നിർത്തി നീ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ട് അവനെ വെടിവെച്ചു കൊല്ലുന്നു. മുസ്ലിമാണെന്നറിഞ്ഞാൽ അവനെ മാറ്റി നിർത്തുന്നു. ഇതാണ് അറിവില്ലായ്മ. ആ അറിവാണ് നമ്മൾ ഇവിടെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒരു ഹിന്ദുവിനും അന്യരെ കൊല്ലുക എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ പോലും ഇല്ല. അതേസമയത്ത് മറ്റു മതങ്ങളിൽ, ഇതര മതങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ മതത്തിൽ ഉള്ളവരല്ലാത്തവരെ വാളാൽ വെട്ടിക്കൊല്ലുവിൻ എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ആ ശീലം നമുക്കില്ല. നമ്മുടെ അറിവ് അതല്ല. നമ്മൾ തന്നെ സർവരിലും കാണുന്നു. ഈശ്വരനെ തന്നിൽ കാണുന്നു. നമ്മൾ ഈശ്വരനെ വേറെ എങ്ങുമല്ല. അമ്പലങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു, വിഗ്രഹങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ആളുകൾ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും അത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നു. അന്ധവിശ്വാസം കൊണ്ടാണ് ഈശ്വരനെ പൂജിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. എന്തിനാ അതൊക്കെ വച്ചിരിക്കുന്നത്? തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരത്വത്തെ തിരിച്ചറിയാതിരിക്കുന്നവർക്ക് വേണ്ടി, അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ട് എന്ന് ആളുകളെ ബാഹ്യമായിട്ട് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉപാധിയാണ് വിഗ്രഹവും ക്ഷേത്രങ്ങളും. അതിലൂടെ അവരെ ആ അറിവ് തലത്തിലേക്ക് ഉയർത്തിയിട്ട് ആ ഈശ്വരൻ എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ളതല്ല, അത് നിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു എന്ന് ബോധിപ്പിക്കുന്ന അറിവാണ് ഭാരതത്തിലെ ഉപനിഷത്ത് വിദ്യ, ബ്രഹ്മവിദ്യ. അതാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അറിവിലേക്ക് ഉണരുന്ന ഒരാളിന് ഒരിക്കലും അയാൾ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഒന്നും വേർതിരിച്ച് നോക്കാത്ത. കാരണം എന്താ? ആ ഉള്ളിലിരിക്കുന്ന ഏകമായ വസ്തു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ അല്ല, നായരോ ഈഴവരോ നാടാരോ ഒന്നുമല്ല. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അങ്ങനെയുള്ള ആ അറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉണർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആ അറിവ് ഈ ലോകത്തിനും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ. അതിന് കാലമെടുക്കും. മനുഷ്യനായിട്ട് ജനിച്ചാൽ ഉടനെ തന്നെ ഈ അറിവിലേക്ക് എത്താൻ കഴിയില്ല. ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഈ അറിവിലേക്ക് എത്തണമെങ്കിൽ ഇനിയും എത്രയോ മനുഷ്യ ശരീരങ്ങളിൽ കൂടി കടന്നു വരണം. ഈ മനുഷ്യ ശരീരങ്ങളിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഓരോ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിരന്തരമായിട്ട് കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ശരീരം വിട്ടുപോയ ആത്മാക്കൾ പല കാലങ്ങളിലൂടെയാണ് പല ശരീരങ്ങളിൽ പ്രവേശിക്കുന്നത്.
സാധാരണ നിലയിലുള്ള ആൾക്കാർ ശരീരം വിടുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. എന്നാൽ വളരെ നല്ല നിലയിൽ കഴിയുന്ന ആളുകൾക്കും വളരെ മോശമായ നിലയിൽ കഴിയുന്ന ആളുകൾക്കും, അതായത് സൽക്കർമ്മങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുന്ന ആളുകൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ സാക്ഷാത്കാരം നേടാതെ മരിച്ചു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അടുത്ത ശരീരം കിട്ടുന്നതിന് വളരെ സമയം കാത്തിരിക്കേണ്ടി വരും. അതിനനുകൂലമായ തരത്തിലുള്ള ഒരു ഗർഭപാത്രം കിട്ടണം, ഒരു പിതാവ് കിട്ടണം. അങ്ങനെ കാത്തിരുന്നാൽ മാത്രമേ അവർക്ക് അതിനനുയോജ്യമായ തരത്തിലുള്ള ശരീരങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഹിറ്റ്ലറെ പോലെയുള്ള ആളുകൾ മരിച്ചാൽ കോടിക്കണക്കിന് ആളുകളെ കൊന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു ശരീരം ഉടനെ തന്നെ കിട്ടുകയില്ല. അതിന് തക്കവണ്ണമുള്ള ഒരു ശരീരം കിട്ടണം. എന്ന് പറഞ്ഞാൽ ഈ ശരീരം കിട്ടുന്നതിന് മുൻപ് അടുത്ത ശരീരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിക്കുന്ന സമയത്ത് നീച വൃത്തികളിലൂടെ ജീവിച്ചിരുന്ന ആളുകൾ ശരീരം കിട്ടാതെ അശരീരികളായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉള്ള അവസ്ഥയെയാണ് പിശാച്, ഭൂതം, പ്രേതം എന്നൊക്കെ പറയുന്നത്. നല്ല ആളുകൾക്കും അതുപോലെ ഗർഭപാത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സമയത്തെ കാത്തിരിക്കുന്ന സമയത്ത് അവരാണ് ദേവതകളായിട്ട് അറിയപ്പെടുന്നത്. ഇതെല്ലാം ഉള്ളതാണ്. പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ അജ്ഞതയാണ് എന്നൊക്കെ ആളുകൾ ആക്ഷേപിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അത് പറയാറില്ല. കാരണം എന്താ? അത് ഉണ്ട് എന്ന് അതിൻ്റെ ഫോട്ടോ വരെ ആളുകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ശരീരമില്ലാത്ത ആത്മാക്കളുടെ ഫോട്ടോ വരെ വിദേശങ്ങളിൽ എടുത്ത് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഈ തരത്തിലുള്ള ഭൂതപ്രേത പിശാചുകളുടെയും ദേവതകളുടെയും ഒക്കെ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് ആക്ഷേപിച്ചിരുന്നത് പോലെയുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ഇല്ല. കാരണം അത് ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ശരീരം കിട്ടുന്നതുവരെ ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇവർ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പ്രവേശിച്ച് അവരുടെ സൽക്കർമ്മങ്ങൾക്ക് ഹേതുവായിട്ട് മാറും. ആ ശരീരങ്ങളെ അവർ വാഹനമായിട്ട് ഉപയോഗിക്കും. അതുപോലെ നീചകർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശരീരത്തെ വാഹനമാക്കി നീചവൃത്തികൾ ചെയ്ത് ശരീരം വിട്ട് പുതിയ ശരീരം കിട്ടാതെ പേയായിട്ടും ഭൂതമായിട്ടും പിശാചായിട്ടും വർത്തിക്കുന്ന ആളുകൾ ഇപ്പോൾ നീചകർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പഹൽഗാമിൽ വെടിവെച്ച് കൊന്ന ആ ഭീകരൻ്റെ ശരീരത്തിൽ ഈ പുതിയ ശരീരം കിട്ടാതെ അതിനു വേണ്ടി കാത്തിരിക്കുന്ന നീച ആത്മാക്കൾ പ്രവേശിച്ച് അവർക്ക് കൂടുതൽ ഉത്തേജനം കൊടുക്കും. പാപികളിൽ, പാപകർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകളിൽ. കോടതികളിലൊക്കെ കേസുകൾ വാദിക്കുന്ന അവസരത്തിൽ ജഡ്ജിയോട് പറയാറുണ്ട്, ഈ കൊല നടത്തിയത് ഞാനാണ് എന്ന് എനിക്കറിയില്ല. എന്നിലൂടെ ഈ കൊല നടന്നു എങ്കിലും വാസ്തവത്തിൽ ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ല, അത് എന്നിൽ കൂടി സംഭവിച്ചു എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മറ്റൊരു നീച ആത്മാവ് ആ ശരീരത്തിൽ പ്രവേശിച്ച് ആ ശരീരമാകുന്ന വാഹനത്തിൽ ഇരുന്നു കൊണ്ട് അവനെ പ്രേരിപ്പിക്കുകയും അവന് വേണ്ടുന്ന ശക്തി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ആ സമയത്ത് ആ തരത്തിലുള്ള ശക്തികൾ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം.
ഞാനത് കണ്ടിട്ടുണ്ട്. എൻ്റെ മാതാവിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മാതാവിൽ പ്രവേശിച്ചതിന് സാക്ഷിയായിട്ടിരുന്നിട്ടുണ്ട്. ആ പ്രവേശിച്ചിരിക്കുന്ന ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ, ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ, ഏതൊരാത്മാവാണോ ആ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്, അവരുടെ ബന്ധുക്കൾ വന്നാൽ അവരുടെ നാമവും രൂപവും അവരുടെ മുൻ കാര്യങ്ങളുമെല്ലാം വിളിച്ചു പറയും. അതിന് ഞാൻ സാക്ഷിയായിരുന്നിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അതുകൊണ്ട് ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ആ ഉള്ള ദുരാത്മാക്കളുടെയും സദാത്മാക്കളുടെയും സാന്നിധ്യം സാധാരണ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സദാത്മാക്കളിലും ദുരാത്മാക്കളിലും ഉണ്ടാകും. നീചവൃത്തികൾ ചെയ്യുന്നവരിൽ ദുരാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാകും. അവർ വേണ്ടത്ര പ്രേരണയും ശക്തിയും അവർക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ സദാത്മാക്കൾ, ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്ന ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഈ തരത്തിലുള്ള ദേവതകൾ ചെയ്തു കൊടുക്കും. സദാത്മാക്കൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വച്ചിരിക്കണം. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ ചുറ്റും ഈ സദാത്മാക്കൾ, ശരീരം ലഭിക്കാതിരിക്കുന്ന സദാത്മാക്കൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ആ സൽക്കർമ്മം വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതുപോലെ നേരെ തിരിച്ചു. അതുകൊണ്ട് ഈ മാർഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ദേവതകളുടെ സഹായം എപ്പോഴും ലഭിക്കുന്നതായിരിക്കും. ദുർമാർഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ദുർദേവതകളുടെ എന്ന് പറഞ്ഞാൽ പേയ് പിശാചുക്കൾ, അവരുടെ ഭൂതപ്രേതാദികളുടെയും ഇത് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ 57-ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. ബുദ്ധേഹി കർത്തൃത്വ ഭോക്തൃത്വ ദുഃഖിത്വാദ്യൈസ്തു സംയുതഃ ചിദാഭാസോ വികാരീവ ശരാവസ്ഥാംബു ഭാനുവത്. ശരാവസ്ഥാംബു ഭാനുവത്. ചരുവത്തിൽ അല്ലെങ്കിൽ തൊട്ടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന സൂര്യപ്രതിബിംബം, ആ തൊട്ടിയിലെ വെള്ളം ചലിക്കുമ്പോൾ സൂര്യനും ചലിക്കുന്നത് പോലെ, പ്രതിബിംബ സൂര്യനും ചലിക്കുന്നത് പോലെ കാണപ്പെടുന്നു. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അന്ധകരണത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ആ ചിദാഭാസനാകുന്ന ആത്മചൈതന്യം ബുദ്ധിയിൽ കർത്താവുമായിട്ടും ഭോക്താവുമായിട്ടും താദാത്മ്യം പ്രാപിച്ച് പലതരത്തിലുള്ള സുഖിയായിട്ടും ദുഃഖിയായിട്ടും കഴിയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആ ചിദാഭാസൻ എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യം തന്നെയാകുന്നു. അത് ബുദ്ധിയിൽ പ്രതിബിംബിച്ചിരിക്കുമ്പോഴാണ് കർത്താവായിട്ട്, എന്ന് പറഞ്ഞാൽ ഞാൻ ഭാവത്തിൽ, നമ്മളെല്ലാവരും ഞാൻ ഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവായിട്ടും ഭോക്താവായിട്ടും കഴിയുകയാണ്. ആ കർത്താവായിട്ടും ഭോക്താവായിട്ടും കഴിയുന്ന അവസരത്തിൽ നമ്മിലെ ആ ചിദാഭാസൻ ജീവചൈതന്യം കർത്താവായിട്ട് യോജിച്ചിരിക്കുന്ന അവസരത്തിൽ കർത്തൃഭാവത്തിലും ഭോക്താവായിട്ട് ജീവിച്ചിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഭോക്തൃഭാവത്തിലും സുഖിയായിട്ടും ദുഃഖിയായിട്ടും കഴിയുന്നു. ഇതാണ് വികാരപ്പെട്ട് ജീവിച്ച് വികാരിയെപ്പോലെ തന്നിലെ ആ ജീവൻ ചിദാഭാസൻ വികാരിയെപ്പോലെ സുഖിയായിട്ടും ദുഃഖിയായിട്ടും കാണപ്പെടുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതിൻ്റെ സ്വഭാവം.
യഥാർത്ഥത്തിലുള്ള ആ ആത്മചൈതന്യത്തിന് യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവും ഉണ്ടാവുകയില്ല എന്ന് അമനസ്കോപനിഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിജസ്ഥാനസ്ഥിത സാക്ഷി ബഹിരന്തർഗമാഗമൗ അകുർവൻ ബുദ്ധിചാഞ്ചല്യാൽ കരോതീവ യഥാ തഥാ. ബുദ്ധിചാഞ്ചല്യാൽ കരോതി ഇവ, കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ. ഏത്? നമ്മിലെ സാക്ഷി ചൈതന്യം. എന്താണത്? നമ്മിലെ താൻ. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മിലെ ഞാൻ. എന്നാണോ നമ്മുടെ ശ്രദ്ധ ഞാനിൽ നിന്ന് വിടർന്ന് തന്നിൽ സാക്ഷിഭാവത്തിലിരിക്കുന്ന ആ താൻ ഭാവത്തിലേക്ക് ഉണർവോടുകൂടി 24 മണിക്കൂറും ഇരിക്കുന്നത്, അതിനു വേണ്ടിയുള്ള അറിവ് നില നാം ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ, ലൗകികത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ലൗകികത്തിൽ നിന്ന് ഒഴിയാതെ ഒഴിയണം. ഒഴിയരുത്, ഒഴിയാൻ കഴിയില്ല. എന്തുകൊണ്ട്? പ്രാരബ്ധം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശരീരം എടുത്തിരിക്കുന്നത്. ആർക്കും ഇതിൽ നിന്ന് ഒഴിയാൻ കഴിയുകയില്ല. വേണമെങ്കിൽ ജോലിയൊക്കെ മാറാം, വേഷമൊക്കെ മാറാം, സന്യാസിയുടെ വേഷമൊക്കെ ധരിക്കാം. എങ്കിലും പ്രാരബ്ധാനുസാരം അവൻ അനുഭവിക്കാനുള്ളത് അവൻ അനുഭവിച്ചു തന്നെ തീരണം. വേഷം മാറി സന്യാസിയായതുകൊണ്ടൊന്നും പ്രാരബ്ധാനുഭവത്തിൽ നിന്ന് ഒഴിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ സന്യാസിയാവുകയൊന്നും വേണ്ട. ഗൃഹത്തിലിരുന്നു കൊണ്ട്, ഗൃഹസ്ഥാശ്രമം നയിച്ചുകൊണ്ട് തന്നെ, സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരിച്ചറിവിലൂടെ ഓരോരുത്തർക്കും ആ സന്യാസിയുടെ നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ, നിങ്ങളിലെ ഞാൻ ഭാവത്തിൽ നിന്നും നിങ്ങളിൽ തന്നെയുള്ള താൻ ഭാവത്തിലേക്ക് ഉയർത്തണം. അതിനു വേണ്ടത് സന്യാസ വേഷമല്ല, പിന്നെ അറിവ്. ആ അറിവാണ് ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അറിവിലേക്കാണ് നിങ്ങളെ ഉദ്ധരിപ്പിക്കേണ്ടത്. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ ഉദ്ധരിപ്പിക്കണം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ നിങ്ങളിൽ ഓരോരുത്തരിലുമുള്ളത്, വെദർ യു ആർ എ ഹിന്ദു, ആർ എ ക്രിസ്ത്യൻ, ആർ എ മുസൽമാൻ, നിങ്ങളേത് ജാതിയിൽ പറഞ്ഞിരിക്കുന്നവരായാലും ശരി, നായരോ ഈഴവനോ നാടാരോ ഏതായാലും ശരി, അവരിലെ സാക്ഷി ചൈതന്യം നായരുമല്ല, നാടാരുമല്ല, ഹിന്ദുവുമല്ല, ക്രിസ്ത്യാനിയുമല്ല, മുസൽമാനുമല്ല. ഈ അറിവിലേക്കാണ് ഉണരേണ്ടത്. അതാണ് തന്നിലെ സാക്ഷി ചൈതന്യം, അതാണ് തന്നിലെ താൻ. ആ താനാണ് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ താനാണ്, തന്നിലെ താനാണ് ഈശ്വരൻ. എവിടെ ഈശ്വരൻ? തന്നിൽ. ഭഗവത്ഗീത വ്യക്തമായിട്ട് പറയുന്നില്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തുഷ്ഠതി. അല്ലാതെ കാശിയിലല്ല ഇരിക്കുന്നത്, കൈലാസത്തിലല്ല ഇരിക്കുന്നത്, അയോധ്യയിലല്ല ഇരിക്കുന്നത്. അതൊക്കെ ഈശ്വരൻ്റെ പ്രതിരൂപങ്ങൾ. നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ തൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഈശ്വരത്വത്തെ അറിയാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി അങ്ങനെ ഒരു ഈശ്വരനുണ്ട്, ഈശ്വരത്വമുണ്ട് എന്ന ബോധം ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് പല തരത്തിലുള്ള ഈശ്വരീയ ഭാവങ്ങൾ മുരുകനായിട്ടും ശിവനായിട്ടും വിഷ്ണുവായിട്ടും ദേവിയായിട്ടുമൊക്കെ പല സ്ഥലങ്ങളിൽ ഓരോരുത്തരുടെ ഭാവങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും ഗുണങ്ങൾക്കനുസരിച്ച് പല തരത്തിലുള്ള ഈശ്വരീയ ഭാവങ്ങൾ ഈ ഭാരതത്തിൽ സങ്കല്പിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ഗുണങ്ങൾക്കനുസരിച്ചാണ്.
ചിലർ സാത്വിക പ്രകൃതികളായിരിക്കും, ചിലർ രാജസ പ്രകൃതികളായിരിക്കും, ചിലർ താമസ പ്രകൃതികളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വേണ്ടിയിട്ട് പല തരത്തിലുള്ള പല ഭാവങ്ങളോടുകൂടിയ ഈശ്വരീയ സംവിധാനങ്ങൾ, ക്ഷേത്രങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ മഹാത്മാക്കളുടെ മനുഷ്യർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അതിലൂടെയെല്ലാം അങ്ങനെയുള്ള ഈശ്വരത്വത്തിലേക്ക് ഉയർന്ന് അതിലേക്ക് ഉണർന്നു കഴിയുമ്പോൾ തിരിച്ചറിവിലൂടെ ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ തരത്തിൽ പല രൂപത്തിലുള്ളതല്ല, ആ ഈശ്വരൻ ഏകനാണെന്നും ആ ഏകനായ ഈശ്വരനാണ് സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം എന്നുള്ള അറിവിലേക്കും, അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ എന്നൊക്കെ പറയുന്ന ആ മന്ത്രം, ആ സാക്ഷി ചൈതന്യത്തെ തന്നിൽ തിരിച്ചറിഞ്ഞ് താൻ അതാണെന്ന് ബോധിച്ച് മെല്ലെ മെല്ലെ തന്നിലെ നാമരൂപധാരിയായ ഞാൻ ഭാവത്തിൽ നിന്ന് വിളർത്തി തന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യത്തിലേക്ക് ഉണർത്തി ആ ഉണർവ് നിലയിൽ തൻ്റെ ശ്രദ്ധയെ സദാ പരിപാലിക്കണം, സദാ നിലനിർത്തണം. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. നിജസ്ഥാനസ്ഥിത സാക്ഷി, തൻ്റെ സ്ഥാനത്ത്, ആ സാക്ഷി സ്ഥാനത്ത് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും അത് പല കർമ്മങ്ങളും ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു, അറിയപ്പെടുന്നു. എങ്ങനെ? നേരത്തെ പറഞ്ഞ മന്ത്രത്തിലുള്ള കർത്തൃത്വ ഭാവത്തോടും ഭോക്തൃത്വ ഭാവത്തോടും ചേർന്നിരിക്കുമ്പോൾ, അങ്ങനെ ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഭാവത്തിൽ കിട്ടുന്ന അറിവിലൂടെ, സത്സംഗത്തിലൂടെ ആ സാക്ഷി ചൈതന്യം ഒരു തരത്തിലുള്ള കർമ്മങ്ങളിലും വ്യാപരിക്കുന്നില്ല. സാക്ഷിഭാവത്തിൽ സദാ ശാന്തഭാവത്തിൽ കുടികൊള്ളുന്നു. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ആ ചൈതന്യം എന്നിൽ പ്രകാശിച്ചു നിൽക്കുന്നു. ആ പ്രകാശത്തെ, ആ ചൈതന്യത്തെ ആരാണോ അറിവിലൂടെ തിരിച്ചറിഞ്ഞ് അതിനെ സദാ കാണാതെ കണ്ട് അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന് ബോധിച്ച് ആ താൻ ഭാവത്തിൽ സദാ തൻ്റെ ശ്രദ്ധയെ നിർത്തിക്കൊണ്ട് ഞാൻ ഭാവത്തിൽ കർമ്മങ്ങളിൽ വ്യാപരിക്കണം. മാമനുസ്മര യുദ്ധ്യച, ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു ഭാഗം. മാമനുസ്മര യുദ്ധ്യച. യുദ്ധ്യച എന്ന് പറഞ്ഞാൽ സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക. ഏതെല്ലാം കർമ്മങ്ങളിലാണോ നീ നിൻ്റെ കുടുംബത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്, നീ നിൻ്റെ കർമ്മമേഖലകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്, അതൊക്കെ പ്രാരബ്ധാനുസാരം വന്നു ഭവിച്ചിരിക്കുന്നതാണ്. അതിലെല്ലാം യാതൊരു സങ്കോചവും കൂടാതെ വ്യാപരിച്ചു കൊണ്ടിരിക്കണം. ഇപ്പോൾ കള്ളിക്കാട്ട് ഏതാണ്ട് 60കളിൽ 64 ഞാൻ അധ്യാപകനായിരുന്നപ്പോൾ നെയ്യാർ ഡാമിലൊരു സ്കൂളുണ്ടായിരുന്നു. ഇന്നും ആ സ്കൂളുണ്ട്. 64 അന്ന് കള്ളിക്കാട്ട് ഒരു സ്വാമി ഉണ്ടായിരുന്നു, മേസ്ത്രി സ്വാമി, ആലയിൽ സ്വാമി എന്ന് പറയും. അദ്ദേഹം ഒരു ആലയൊക്കെ ഇട്ടിരുന്ന് കത്തി രാകുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആലയിൽ സ്വാമി എന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹമാണ് അപ്പുക്കുട്ട പരമഹംസർ. അദ്ദേഹത്തിൻ്റെ ആശ്രമം എന്ന് പറയുന്നത് പോത്തങ്കോട്ടാണ്. അപ്പോൾ 64കളിൽ 60കളിൽ അദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കം എനിക്ക് ഉണ്ടായി. ആ സമയത്തൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് നടന്നാണ്. 64ൽ ഡാമിലിരിക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു, പരിചയപ്പെട്ടു. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തെ കാണാൻ പോകുന്നത് നടന്നാണ്. കാരണം എന്താ? അതുവരെ മന്ത്രം ജപിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ തരത്തിലുള്ള മഹാത്മാക്കളെ കാണുന്ന അവസരത്തിൽ
നമ്മിലും ആ തരത്തിലുള്ള ഒരു ദിവ്യഭാവം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടുന്ന് അവിടം വരെ മന്ത്രം ചൊല്ലിക്കൊണ്ട് നടന്നുപോയാണ് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത് കള്ളിക്കാട്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ ജോലി ചെയ്യുന്നത് രാവുക എന്നുള്ളതാണ്. ആ നിലയിലേക്ക് അദ്ദേഹം മഹാത്മാ ഭാവത്തിലിരുന്നിട്ടും തൻ്റെ നിത്യവൃത്തിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒഴിവാക്കാതെ ആളുകൾക്ക് കത്തി രാവി കൊടുത്ത് കിട്ടുന്ന പണം കൊണ്ട് അദ്ദേഹം തൻ്റെ കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നു. പറഞ്ഞതെന്തിനാണ്? നിങ്ങൾ ഏത് തരത്തിലുള്ള രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിൽ യാതൊരു കുഴപ്പവും ഉണ്ടാക്കേണ്ട, അതിലൊരു കുറച്ചിലും ഉണ്ടാകേണ്ട കാര്യമില്ല. ആ നിലയിൽ തന്നെ വർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിലെ ആ ഈശ്വരീയതയിലേക്ക് നിങ്ങളെ ഉയർത്താൻ സാധിക്കും. ആരായാലും ശരി, അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ല. ഹിന്ദുവിനെ മാറ്റി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന മുസ്ലിം സഹോദരങ്ങൾ ഈ അറിവ് ശ്രദ്ധിക്കണം. ഒരു ഹിന്ദുവിന് ഒരു തരത്തിലുള്ള വ്യത്യാസവും ആരോടുമില്ല. എല്ലാവരെയും സമഭാവത്തിലാണ് കാണുന്നത്. നീ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ എന്ന് ഒരു ഹിന്ദു നോക്കുകയില്ല. കാരണം എന്താ? അവൻ്റെ അറിവ് നില അതല്ല. ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും കൂടി കടന്നു പോകുന്ന ഏകമായ ആ ആത്മചൈതന്യമാണ് ഞാൻ എന്നുള്ള അറിവിലാണ് അവൻ നിൽക്കുന്നത്. അവന് ഒരുത്തനെയും കൊല്ലാൻ സാധിക്കുകയില്ല. ആ ചിന്ത പോലും അവനിലില്ല. നിങ്ങളിത് ചെയ്യാൻ കാരണം എന്താണ്? നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ, നമ്മുടെ മതത്തിൽപ്പെടാത്തവരെ വെട്ടിക്കൊല്ലുവിൻ. അതിനെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്. ആ അറിവിൽ നിന്ന് നിങ്ങൾ മാറുക തന്നെ വേണം. ഭൂമി പരന്നതാണ് എന്ന് പണ്ട് മതഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരുന്നു. ഇന്ന് അത് മാറ്റിയിട്ടില്ലേ? പണ്ട് മതഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നാണ്. ആണോ? അല്ലല്ലോ. അതുപോലെ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലും മറ്റുള്ളവരെ കൊല്ലണം എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതനുസരിക്കരുത്. അത് മാറ്റണം. എല്ലാവരോടും സമഭാവത്തിൽ കഴിയണം. അതാണ് ഭാരതത്തിൻ്റെ തത്വശാസ്ത്രം, ഹിന്ദുവിൻ്റെ തത്വശാസ്ത്രം. ആ ഹിന്ദുവിനെ മാറ്റി നിർത്തിയിട്ട് വെടിവെച്ച് കൊല്ലാൻ ലജ്ജയില്ലേ നിങ്ങൾക്ക്? നിങ്ങളെല്ലാവരും ഈ അറിവിലേക്ക്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് നീ വെടിവെച്ച് കൊന്നവൻ്റെയും ഉള്ളിലിരിക്കുന്നത്. നിനക്കറിയില്ല. ആ അറിവിലേക്ക് നീ ഉണർന്നിട്ടില്ല. ആ അറിവിലേക്ക് നീ വളർന്നിട്ടില്ല. ആ അറിവിലേക്ക് വളരണമെങ്കിൽ ആ അറിവ് നിങ്ങളുടെ മതത്തിലുണ്ടായിരിക്കണം. അതില്ല എന്നുള്ള അതിൻ്റെ തെളിവാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തുടർന്നു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് മാറ്റുക. എല്ലാവരും തുല്യരാണ്, എല്ലാവരും സഹോദരങ്ങളാണ് എന്നുള്ള ഭാവത്തിൽ ആരെയും വേദനിപ്പിക്കാതെ, ആരെയും കൊല്ലാതെ സർവ്വസാഹോദര്യത്തോടുകൂടി കഴിഞ്ഞുകൂടാനുള്ള ഒരവസ്ഥ ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ആ ചൈതന്യം വെടിവെച്ചു കൊന്നവൻ്റെയും വെടിയേറ്റ് മരിച്ചവൻ്റെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ആ ചൈതന്യത്തെ, വെടിവെച്ച് കൊന്നവൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഞാൻ ഭാവത്തിൽ അവനിൽ ഇപ്പോഴുമുണ്ട്. അവനെ പിടിച്ചിട്ടില്ലെങ്കിൽ അവനിപ്പോൾ ഒളിച്ചു കഴിയുന്നു. വെടിയേറ്റ് മരിച്ചവൻ്റെ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം എവിടെ പോയിരിക്കുന്നു? ഞാൻ ഭാവവുമായിട്ട് ചേർന്ന് ശരീരത്തിൽ നിന്ന്
പിരിഞ്ഞ് ഇനി അടുത്ത ശരീരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ ആൾ നന്മ ചെയ്ത ആളാണെങ്കിൽ, നന്മയുടെ ഭാവത്ത് ജീവിക്കുന്നയാളാണെങ്കിൽ അവരെ സഹായിക്കാൻ ശരീരം കിട്ടിയിട്ടില്ലാത്ത ദേവതകളുടെ സഹായം അവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ നിന്ദ്യനാണെങ്കിൽ, നീചനാണെങ്കിൽ അവർക്ക് ദുർദേവതകളുടെ സഹായവും ലഭ്യമാകും. അതുകൊണ്ട് അവർ വീണ്ടും ആ തരത്തിലുള്ള നാശ കൃത്യങ്ങളിലേക്കായിരിക്കും അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ശരീരം കിട്ടാത്ത അവസരത്തിൽ, ഈ ശരീരം കിട്ടാത്ത നീചാത്മാക്കൾ എവിടെ ഒരാൾ ഈ തരത്തിൽ നീച പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരിലേക്ക് പ്രവേശിക്കും. ഈ ശരീരം കിട്ടാതെ ശരീരം കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ദുരാത്മാക്കൾ. ഭാരതത്തിലുള്ള മതങ്ങൾ മാത്രമേ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുള്ളൂ. മറ്റുള്ളവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്കിനിയും കാലം കുറെ കഴിയണം. പുനർജന്മമുണ്ട്. ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞാൽ ശരീരത്തിന് വെളിയിൽ മറ്റൊന്നുണ്ട് എന്ന് ഇപ്പോൾ ഫോട്ടോ വരെ എടുത്തിട്ടുണ്ട്, ആയിരക്കണക്കിന്. അതുകൊണ്ടാണ് ആ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ അതിനെക്കുറിച്ച് പഠിക്കാൻ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതൊന്നും കള്ളമല്ല, ആക്ഷേപിക്കാനുള്ളതല്ല. പണ്ട് കാലത്ത് വിദേശികളൊക്കെ ഇതിനെ ആക്ഷേപിച്ചിരുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ളവർ, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ ഇതിനെ ആക്ഷേപിച്ചിരുന്നു. ഇന്നാരും ആക്ഷേപിക്കുന്നില്ല. എന്തുകൊണ്ട്? തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആത്മചൈതന്യത്തെക്കുറിച്ച് അവർ ഇപ്പോൾ ബോധവാന്മാരായിരിക്കുന്നു. അതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ആ സാക്ഷി ചൈതന്യത്തെക്കുറിച്ച് ബോധവാനായി, അതാണ് തന്നിലെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഈ ശരീരം വിടുന്നതിന് മുൻപ് ഞാൻ ഈ നാമരൂപധാരിയായിരിക്കുന്ന ആളല്ല, ആ പ്രതിബിംബ രൂപമല്ല, ആ ജീവചൈതന്യമല്ല, ഞാൻ ആ സാക്ഷി ചൈതന്യം, യഥാർത്ഥത്തിലുള്ള ഈശ്വര ചൈതന്യം എന്നുള്ള അറിവ് നിലയിലേക്ക് ഉണർന്ന് നിരന്തര വിചാരത്തിലൂടെ അതിൽ ബലം നേടണം. അതിൽ ശ്രദ്ധ നിരന്തരമായിട്ട് ഉറയ്ക്കണം. അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യശ്രദ്ധ സ ഏവ സഹ എന്ന് പറയുന്നത്. ഈ അറിവ് ഇത് വളരെ നിസ്സാരമായ ഒരറിവല്ല. ഈ ഭൂമുഖത്തു നിന്ന് ലഭിക്കാവുന്ന അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ? ജീവനിൽ നിന്ന് തന്നെ ഈശ്വരനിലേക്ക് ഉയർത്തുന്ന അറിവ്. അത് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജാഗ്രത അവസ്ഥയിൽ ഏതൊരാളിന് നേടാൻ സാധിക്കുന്നുവോ അവൻ അതിൽ ഉറച്ചു കഴിഞ്ഞാൽ അവന് പുനർജന്മമില്ല. ആ വിശ്വാസം മാത്രം പോരാ, ആ അറിവ് മാത്രം പോരാ. നിരന്തര വിചാരത്തിലൂടെ തന്നിലെ താൻ ഭാവത്തിൽ മാറ്റി പ്രതിഷ്ഠിക്കപ്പെടണം. അത് നിരന്തര വിചാരത്തിലൂടെ അതുമായിട്ട് തന്മയീഭവിക്കണം, ഏകീഭവിക്കണം, ഒന്നാകണം. ഇപ്പോൾ ഏതുമായിട്ടാണ് ഏകീഭവിച്ചിരിക്കുന്നത്? ഞാൻ ഭാവത്തിലുള്ള നാമരൂപധാരിയുമായിട്ടാണ് നമ്മൾ ഏകീഭവിച്ചിരിക്കുന്നത് എല്ലാവരും. വേഷം മാറിയാലും രക്ഷയില്ല. വേഷം മാറിയാൽ സന്യാസിയാണ്, ദുർഗാനന്ദ സരസ്വതിയാണ് എന്ന ഭാവത്തിലാണ് നീ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എങ്കിൽ നീയും അജ്ഞാനിയുടെ അവസ്ഥയിൽ തന്നെയാണ്. പിന്നെ എന്താണ് ജ്ഞാനാവസ്ഥ? ഞാൻ
ഈ ദുർഗാനന്ദ സരസ്വതി എന്ന് പറയുന്ന നാമരൂപധാരിയുമല്ല, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം സർവശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ, തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന അറിവ് നിലയിലേക്ക് ഉണർന്ന് ആ അറിവ് നിലയിൽ ആരാണോ നിരന്തരമായിട്ട് വ്യാപരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്, തൻ്റെ പ്രജ്ഞ അതിൽ സദാ നിലനിർത്തിക്കൊണ്ട്, ഭാര്യ മക്കളെ ഒന്നും ഉപേക്ഷിക്കണ്ട, ബി വിത്ത് എവ്രിതിങ്, ബി വിത്ത് ദ ഫാമിലി, ഭാര്യയോടും മക്കളോടും ഒപ്പം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ ഏതുപോലെയാണോ ഒരു കാമുകൻ ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ കാമുകിയിൽ തന്നെ സദാ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരമ്മ തൻ്റെ മനസ്സ് എപ്പോഴും ആ 6 മാസം മാത്രമേ പ്രായമായിട്ടുള്ള തൻ്റെ കുഞ്ഞിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഏത് കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ യഥാർത്ഥ സ്വരൂപമായ തന്നിലെ താനിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ, തൻ്റെ പ്രജ്ഞയെ ഉറപ്പിച്ചു നിർത്തണം. അങ്ങനെയുള്ളവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. നമുക്കടുത്ത് ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, ബാലകൃഷ്ണൻ നായർ, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. അദ്ദേഹത്തിന് ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്. ഇപ്പോഴാണ് അദ്ദേഹം മരിച്ചു പോയത്. അദ്ദേഹത്തിൻ്റെതായ പുസ്തകങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. ദശോപനിഷത്തുകൾക്ക് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. പഞ്ചദശി, അതുപോലെ ജ്ഞാനപ്പാന, ഹരിനാമകീർത്തനം, ഇതിനൊക്കെ അതിമനോഹരങ്ങളായ ഭാഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു പഠിക്കണം. ഏതെങ്കിലും പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ പുസ്തകം വാങ്ങണം. ആധ്യാത്മികമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പുസ്തകം വാങ്ങിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയ പുസ്തകം വായിക്കണം. കാരണം എന്താ, അദ്ദേഹം സ്ഥിതപ്രജ്ഞനായിരുന്നു. തൻ്റെ പ്രജ്ഞ അദ്ദേഹം ഏതിനെക്കുറിച്ചാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ സദാ നിലനിർത്തിയിട്ടുള്ള സാക്ഷാത്കാരം നേടിയ ആളായിരുന്നു, ജീവൻ മുക്തനായ ആളായിരുന്നു. ആ നിലയിലേക്ക് ആർക്ക് വേണമെങ്കിലും എത്താം, ഒരു തടസ്സവുമില്ല. വെദർ യു ആർ എ ഹിന്ദു ആർ എ ക്രിസ്ത്യൻ ആർ എ മുസൽമാൻ, ഇന്ത്യക്കാരനെന്നോ വിദേശിയെന്നോ ഒരു വ്യത്യാസവുമില്ല. സർവർക്കും തൻ്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി ബോധിച്ച് ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തണം, ശരീരം വെടിയുന്നതിന് മുൻപ്. ഈ ശരീരം എപ്പോഴാണ് വെടിയുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. കണ്ടില്ലേ പഹൽഗാമിൽ? എന്താ പഹൽഗാമിൻ്റെ പ്രത്യേകത? അവിടെയാണ് യേശുക്രിസ്തു 112 വയസ്സ് വരെ ജീവിച്ചിരുന്നത്. യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചതിന് ശേഷം അവിടുന്ന് അദ്ദേഹം രക്ഷപ്പെടുത്തുകയായിരുന്നു. രക്ഷപ്പെട്ട് കാശ്മീരിൽ വന്നു. കാശ്മീരിൽ വന്ന് അവിടെ പഹൽഗാമിലാണ് അദ്ദേഹം ജീവിച്ചത്. 112 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഇത് ആധികാരികമായിട്ട് ഭഗവത്ഗീതയിൽ, ഓഷോയുടെ ഭഗവത്ഗീതയിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഓഷോയുടെ ഭഗവത്ഗീതയിൽ ഏതാണ്ട് 3-ാമത്തെ അധ്യായം കർമ്മയോഗത്തിൽ 11-ാമത്തെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഭഗവത്ഗീത, ഓഷോയുടെ ഭഗവത്ഗീത എന്ന് പറഞ്ഞത് ഭഗവത്ഗീത വ്യാഖ്യാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. മറ്റുള്ളതിനെ ഒന്നും കൊച്ചാക്കി കാണിക്കുകയല്ല, അതിമനോഹരങ്ങളായ ഗീതകൾ ധാരാളമുണ്ട്. കഴിയാവുന്നിടത്തോളമുള്ള ഗീതകളിൽ കൂടിയെല്ലാം കടന്നു പോകാനും സാധിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികളുടെ, രാമാനുജാചാര്യരുടെ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ,
ശിവാനന്ദ സരസ്വതിയുടെ, ജ്ഞാനേശ്വരിയുടെ എത്രയെത്ര ഗീതകൾ. ഓരോന്നും ഓരോ തരത്തിലാണ്. അതേസമയത്ത് ഓഷോയുടെ ഗീതയാണെങ്കിൽ ഓഷോ ഏതാണ്ട് 5-6 വർഷം കൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തിയത്. 18 വോള്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 18 വോള്യത്തിനും കൂടെ 10,000 രൂപ വില. ഞാനത് മുഴുവനും വായിച്ചത് തമിഴിലാണ്. ഹിന്ദി ഉണ്ട്. ഹിന്ദി വായിച്ചിട്ട് എനിക്ക് അത്ര ശരിയായിട്ട് മനസ്സിലാകുന്നില്ല. വായിക്കാം, പക്ഷേ തമിഴ് ശരിയായിട്ട് വായിക്കാൻ സാധിച്ചു. ആ 18 വോള്യങ്ങളും ഞാൻ വായിച്ചിരുന്നു, അരച്ചു കലക്കി കുടിച്ചു. കാരണം അത്ര ഗംഭീരമായ വ്യാഖ്യാനം, ഭഗവത്ഗീത വ്യാഖ്യാനം വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിലാണ് അദ്ദേഹം ഈ 11ാമത്തെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഈ ദേവതകളുടെയും ഭൂതപ്രേത പിശാചുക്കളുടെയും കാര്യം പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ മന്ത്രം 3ാമത്തെ അധ്യായം 11ാമത്തെ മന്ത്രത്തിൽ ദേവാൻ ഭാവയദാനേന തേ ദേവ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യത. മനുഷ്യൻ ദേവതകളെ ആരാധിക്കുന്നു, പൂജിക്കുന്നു. അതേസമയത്ത് ദേവതകൾ മനുഷ്യരെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ പരസ്പരമുള്ള ബന്ധത്തിലൂടെ ഓരോരുത്തരും ശ്രേഷ്ഠമായ പദത്തെ പ്രാപിക്കുന്നു. അതാണ് കർമ്മയോഗത്തിലെ 11ാം മന്ത്രത്തിലെ വ്യാഖ്യാനം. ആ വ്യാഖ്യാനത്തിലാണ് ഈ യേശുക്രിസ്തുവിൻ്റെ കാര്യവും ശരീരം വെടിഞ്ഞതിന് ശേഷം കുരിശിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അവിടെ മോസസിൻ്റെ ശവശരീരവും അടക്കം ചെയ്തിട്ടുണ്ട്. കാശ്മീരിൽ മോസസിൻ്റെ ശവശരീരവും യേശുക്രിസ്തുവിൻ്റെ ശരീരവും അടക്കം ചെയ്തിട്ടുണ്ട്. മറ്റുള്ളതെല്ലാം മുസ്ലിം അടക്കം ചെയ്ത കേന്ദ്രങ്ങളാണ്, കല്ലറകളാണ്. അതെല്ലാം മക്കായിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്, അതിൻ്റെ നേർക്കാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുമാത്രം, ഈ 2 ശവക്കല്ലറകൾ മാത്രമാണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാത്തത്. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, യേശു എന്നല്ല എഴുതിയിരിക്കുന്നത്. ആ യേശു എന്നുള്ള നാമം ഗ്രീക്ക് നാമമാണ്. അത് അതിൻ്റെ യഥാർത്ഥ നാമം ജോഷുവ എന്നാണ്. ആ കല്ലറയിൽ എഴുതിയിരിക്കുന്നത് ജോഷുവ എന്നാണ്. യേശു എന്നുള്ളതിന് പകരം ജോഷുവ. യേശുവിൻ്റെ കുട്ടിക്കാലത്തെ പേര് ജോഷുവ എന്നായിരുന്നു. അദ്ദേഹം 112 വയസ്സുവരെ അവിടെ ജീവിച്ചിരുന്നു എന്നാണ് അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം അറിവുള്ളയാളാണ്, പ്രൊഫസറാണ് ഓഷോ. ആധികാരികമായ ഗീതയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വായിക്കണം. അത് ഏതാണ്ട് മലയാളത്തിൽ 3 അധ്യായങ്ങളെ ഇറക്കിയിട്ടുള്ളൂ. ഇംഗ്ലീഷിലും 3 അധ്യായങ്ങളെ ഇറക്കിയിട്ടുള്ളൂ. ഹിന്ദിയിൽ 18 വോള്യങ്ങളുണ്ട്, തമിഴിലും 18 വോള്യങ്ങളുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവ് ഉറയ്ക്കണമെങ്കിൽ എന്താ വേണ്ടത്? സദാസമയവും ആ വിചാരം ഉണ്ടായിരിക്കണം. പക്ഷേ ആ വിചാരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവുകയില്ല. കാരണം എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഭഗവത്ഗീത 2ാം അധ്യായത്തിൽ സാഖ്യയോഗത്തിൽ ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമഃ
കാമാത് ക്രോധോ അഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിനാശാത് നാശം സംഭവിക്കുന്നു. കാരണം എന്താ? നാം വിഷയങ്ങളെയാണ് നിരന്തരമായിട്ട് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരണമെങ്കിൽ ആത്മാവിനെ നിരന്തരമായിട്ട് വിചാരം ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ വെളിയിലെ വിഷയങ്ങളുമായിട്ടാണ് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ബഹിർമുഖരായിട്ട് വളർന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അന്തർമുഖമായിട്ടാണ് വളരേണ്ടത് എങ്കിൽ തന്നിൽ അന്തര്യാമിയായിട്ട് വർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റി നിങ്ങൾ അന്തർമുഖനായിട്ട് മാറണം. നിങ്ങൾക്ക് സാക്ഷാത്കാരം നേടണമെന്നുണ്ടെങ്കിൽ, ഇനി മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ശരീരത്തോടുകൂടി ഈ ജനിമൃതികളിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ, മോക്ഷമെന്ന് പറയുന്നത് ജനിമൃതികളിൽ നിന്നുള്ള മോചനമാണ്. ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഇങ്ങനെ നമ്മൾ സംസരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഡരേ ശയനം എന്ന മട്ടിൽ അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ അതിനുള്ള മാർഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ എന്താണ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം എന്നിലും സർവരിലും ജാതി മത പരിഗണനകൾ കൂടാതെ, പക്ഷിമൃഗാദികളെന്നോ വൃക്ഷലതാദികളെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ സർവ്വതിലും, പട്ടിയിലും പൂച്ചയിലും ഒക്കെ ഇരിക്കുന്ന ജീവചൈതന്യം എന്നിലിരിക്കുന്ന അതേ ജീവചൈതന്യം തന്നെയാണ്. ഞാൻ തന്നെയാണ് ഏകമായിട്ട് എല്ലാത്തിൽ കൂടിയും കടന്നു പോകുന്ന ആ ദിവ്യമായ സ്വരൂപം, ആ ഈശ്വര ചൈതന്യം, ആ ദേവൻ. പട്ടിയിലിരിക്കുന്നതും പൂച്ചയിലിരിക്കുന്നതും രാജാവിലിരിക്കുന്നതും പ്രജയിലിരിക്കുന്നതും ഹിന്ദുവിലിരിക്കുന്നതും ക്രിസ്ത്യാനിയിലിരിക്കുന്നതും മുസൽമാനിലിരിക്കുന്നതും ഒക്കെ ഏകമായ ആ ദിവ്യ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം. ആ സാക്ഷി ചൈതന്യത്തെ ജാഗ്രത അവസ്ഥയിൽ കഴിയുന്ന അവസരത്തിൽ ഏതൊരാളിനാണോ മനസ്സിലാക്കാനും ബോധിക്കാനും അതിലേക്ക് ഉണരാനും അതിലേക്ക് ഉയരാനും ഒരവസരം കിട്ടുന്നത്, ഒന്നിൽ നിന്നും ഒഴിയാതെ. അതാണ് എല്ലാവർക്കും തടസ്സമായിരിക്കുന്നത്. സ്വാമി, എനിക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അതിനെന്താ കുഴപ്പം? അവർക്കെന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അവർക്ക് വേണ്ടി എന്തെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവല്ല എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന അറിവ് നിലയിൽ നിന്ന് നിങ്ങൾ മാറാതിരിക്കണം. ദാറ്റ് ഈസ് ഓൾ. എന്താ പറ്റിയില്ലേ? എന്താ തടസ്സം? എല്ലാമായിട്ടും ചേർന്നിരിക്കുമ്പോഴും ഈ കർത്തൃഭാവത്തിൽ കർത്താവായിട്ടും ഭോക്താവായിട്ടും ഇരിക്കുന്ന ഞാനല്ല, ഈ കുട്ടികളുടെ അച്ഛനായിരിക്കുന്ന ഞാനല്ല, അച്ഛനായിരിക്കുന്നത് എന്നിലെ ഞാൻ എന്നിലെ ഈ ഞാനല്ല, ഞാൻ എന്നിലെ താനാണ്. അപ്പോൾ ഞാനിനെയും താനിനെയും തിരിച്ചറിഞ്ഞ് ഞാനിൽ നിന്ന് നിങ്ങളെ തന്നിലെ താനിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണം. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. താടി വളർത്തുന്നതല്ല സ്പിരിച്വാലിറ്റി, കാഷായം ഇടുന്നതല്ല സ്പിരിച്വാലിറ്റി. അതൊക്കെ വച്ചിരിക്കുന്നത്, അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. അതൊക്കെ വേലി കെട്ടിയിരിക്കുന്നത് പോലെ തെറ്റായ ചര്യകളിലേക്ക് പോകാതെ അവനെ കാത്തു സൂക്ഷിക്കുന്ന ആഭരണങ്ങളാണ് ഇതെല്ലാം, കാഷായ വസ്ത്രങ്ങളല്ല. ഞാൻ എപ്പോഴും ആ ദിവ്യ സ്വരൂപം, ആ ചൈതന്യ സ്വരൂപം, ആ പ്രകാശ സ്വരൂപം, ആ ജ്വാല, അഗ്നിജ്വാല, അഗ്നിയുടെ നിറമാണ് ഈ കാഷായത്തിനുള്ളത്.
അഗ്നി എല്ലാത്തിനെയും ഭസ്മമാക്കുന്നു. അതുപോലെ ഈ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ എല്ലാ നിന്ദ്യ ശീലങ്ങളും ഭസ്മമായി പോകും. ഒന്നിലേക്കും നമ്മൾ തിരിഞ്ഞു പോവില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാർഗമെന്നുള്ള നിലയ്ക്കാണ് ഈ കാഷായ വസ്ത്രങ്ങളെല്ലാം നിലനിർത്തിയിരിക്കുന്നത്. അത് ഒരു വേലി പോലെ. ഒരു ചെടി നട്ടാൽ അത് ആടുമാടുകൾ കടിച്ചു വലിക്കാതെ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ഏതുപോലെയാണ് വേല് കെട്ടുന്നത്, അതുപോലെ ഈ മാർഗത്തിലേക്ക് ഉയരുന്ന സമയത്തുള്ള ഒരു അവസരം, ഒരു കടമ്പ, ഒരു സ്ഥാനം എന്നുള്ള നിലയ്ക്ക് സന്യാസം സ്വീകരിച്ച് സന്യാസിയായി കഴിഞ്ഞാലും ആ ഭാവത്തിലേക്ക് ഉണർന്നുകൊണ്ടേയിരിക്കണം. വേഷമിട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയും ജീവിച്ചാൽ പറ്റില്ല. എന്നാൽ പ്രാരബ്ധാനുസാരം നാം പലപ്പോഴും മറ്റു പല ശീലങ്ങളിലേക്ക് പോകുമെങ്കിലും അപ്പോഴും ആ ശ്രദ്ധ താനിലേക്ക് തന്നെ മാറ്റി പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കണം. മറ്റതൊക്കെ തന്നിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ശീലങ്ങൾ കാരണം നമ്മൾ അറിയാതെ പല തെറ്റുകളിലേക്കും നീങ്ങിപ്പോകും. ഈവൻ സന്യാസിയാണെങ്കിൽ പോലും. കാഷായ വസ്ത്രം ധരിച്ചിരുന്നാൽ പോലും അയാൾ പോലും തന്നിൽ രൂഢമൂലമായിട്ടുള്ള ശീലങ്ങൾ കാരണം പലതരത്തിലുള്ള ദുശീലങ്ങളിലേക്കും മാറിപ്പോകും. അപ്പോഴെല്ലാം ശ്രദ്ധാപൂർവം തന്നെ അതിൽ നിന്ന് വിടർത്തി തൻ്റെ യഥാർത്ഥ സ്വരൂപം അതല്ല, അതിലേക്ക് പോകുന്നത് എന്നിലെ ഞാനാണ്, ആ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന അറിവ് നിലയിലേക്ക് നിങ്ങളെ സദാ വിചാരം ചെയ്ത് ഉറപ്പിച്ചു കൊണ്ടിരിക്കണം. ഉറപ്പുണ്ടാകണം. നമ്മുടെ പഴയ ശീലങ്ങൾക്കനുസരിച്ച് ഞാൻ ഭാവത്തിൽ തന്നെ നമ്മൾ നിൽക്കും, ഞാൻ ഭാവത്തിൽ തന്നെ വർത്തിക്കും. പക്ഷേ ഈ അറിവിലൂടെ നിങ്ങൾ ആ ഞാനിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധാപൂർവം ഉദ്ധരിപ്പിക്കണം. അതാണ് ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. അപ്പോഴെല്ലാം ശനൈരുപരമേ ബുദ്ധ്യ ധൃതിഗ്രഹീതയ ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിദപി ചിന്തയേ. ഭഗവത്ഗീതയിൽ ഒരു സ്ഥലത്ത് പറയും ശനൈ പതുക്കെ തെറ്റായ മാർഗത്തിലേക്ക് പോകുമ്പോൾ അവിടുന്ന് നിന്നെ ശ്രദ്ധാപൂർവം വിടർത്തി അത് ആ ഞാനല്ല, നീ ആ ദുർമാർഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഞാനല്ല നിന്നിലെ യഥാർത്ഥ ഞാൻ. നീ അറിഞ്ഞില്ലേ? നീ അറിഞ്ഞല്ലോ, പിന്നെ എന്തിനാ നീ ഞാനിലേക്ക് പോകുന്നത്? ശീലം കാരണം, വാസന കാരണം. അവനെ കുറ്റം പറയാൻ ഒക്കുകയില്ല. തിരിച്ചറിവിലൂടെ നിങ്ങൾ തന്നെ ആ ശ്രദ്ധാപൂർവം അവനെ അതിൽ നിന്ന് പിൻവലിച്ച് ഇതിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണം. അതൊരു നിരന്തരമായ പ്രക്രിയയാണ്. പട്ടകെട്ടിയ കുതിരയെപ്പോലെ ആരാണോ ഈ മാർഗത്തിലേക്ക് തന്നെ നയിക്കുന്നത് അവൻ മാത്രമേ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. പതനമുണ്ടാകും. അതൊക്കെ വാസനാമൂലം സംഭവിക്കുന്നതാണ്. അപ്പോഴും അത് മനസ്സിലാക്കി അതെന്നിലെ പ്രാരബ്ധാനുസാരം സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി തന്നെ ശ്രദ്ധാപൂർവം ഇതിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണം, മാറ്റി നിർത്തണം. ശനൈർ ഉപരമേത് ബുദ്ധിയ ധൃതിഗ്രഹീതയ. തിരിച്ചറിവോടുകൂടിയ ബുദ്ധിയാൽ ആ ദുർമാർഗത്തിൽ നിന്ന് തന്നെ മാറ്റി പ്രതിഷ്ഠിക്കണം. പട്ടകെട്ടിയ കുതിരയെപ്പോലെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം, നടത്തിച്ചു കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ എത്തുകയുള്ളൂ. അവിടെയെല്ലാം നമ്മെ മായ മോഹിപ്പിച്ച് മാർഗഭ്രംശം ചെയ്തു കളയും. ആരെയും ആ മാർഗത്തിലേക്ക് എത്താൻ മായ അനുവദിക്കുകയില്ല.
മായ നിങ്ങളെ ആ മാർഗത്തിൽ നിന്ന് മാറ്റിക്കളയും. സാക്ഷാത്കാരം നേടുന്നതിന് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്നുകളയും. അപ്പോഴും വൈരാഗ്യ ബുദ്ധിയോടുകൂടി എന്തു വന്നാലും ഞാനത് നേടുക തന്നെ ചെയ്യും എന്നുള്ള അങ്ങനെയാണ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത്. ആ തരത്തിലുള്ള തീവ്രമായ വിചാരമുള്ള ആളുകളാണ് എല്ലാം ഉപേക്ഷിച്ച്, കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയിരുന്ന് അവിടെ ഇരുന്നു കൊണ്ട് അയ്യോ എൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്താകും, മക്കളുടെ അവസ്ഥ എന്താകും, പോക 0 മാർക്ക്. ഇല്ല, അങ്ങനെ എത്രയോ വിദ്വാന്മാർ കാശിയിലും കൈലാസത്തിലും ഒക്കെ ഇരിപ്പുണ്ടെന്നറിയാമോ? കൈലാസത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സന്യാസി കൈലാസത്തിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. കൈലാസത്തിൽ മാനസ സരസിൽ കുളിച്ച് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഓലക്കുടിലിനകത്ത് ഒരു സന്യാസി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി ആരെയൊക്കെയോ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അയാൾക്ക് ഏതോ വിദേശി കൊടുത്തിരുന്ന ഒരു ക്യാമറയും കുറേ കാശും ആ മണ്ണ് കുഴിച്ച് അതിനടിയിൽ വെച്ചിരുന്നു. അതാരോ തോണ്ടി എടുത്തുകൊണ്ട് പോയി. അതാരോ തോണ്ടി എടുത്തുകൊണ്ട് പോയതിൻ്റെ ദേഷ്യം. കൈലാസത്തിൽ ഇരുന്നിട്ട് എന്ത് പ്രയോജനം? കൈലാസത്തിൽ പോയാലൊന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടുകയില്ല. വീട്ടിലിരുന്നു കൊണ്ട്, എല്ലാത്തിൻ്റെയും നടുവിലിരുന്നു കൊണ്ട്, എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ താൻ, ആ ശിവം, ശിവോഹം 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 എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാവം നിങ്ങളിൽ സദാ നിലനിർത്തണം. നിങ്ങൾ പ്രകാശമാനമായിരിക്കണം. ആ ഭാവം ശിവോഹം ശിവോഹം ശിവോഹം. എന്താ പാട്? ഇതിനേക്കാൾ എളുപ്പമായിട്ടുള്ള മാർഗം വേറെ എന്തിരിക്കുന്നു? ഒരു സ്ഥലത്തും പോകണ്ട, സന്യാസിയാകണ്ട. വീട്ടിലിരുന്ന് കുടുംബത്തോടൊപ്പം ഇരുന്നു കൊണ്ട് ഈ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ജാഗ്രത അവസ്ഥയിലെ വിശ്വനെയും സ്വപ്നാവസ്ഥയിലെ തൈജസ്സിനെയും സുഷുപ്തി അവസ്ഥയിലെ പ്രാജ്ഞനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ആ മൂന്നിനും സാക്ഷിയായിട്ട്, ഞാൻ ഉറങ്ങുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സദാ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് ജാഗ്രത അവസ്ഥയിൽ എല്ലാത്തിൻ്റെയും നടുവിലിരിക്കുമ്പോഴും ആ ഭാവന നിങ്ങളിൽ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. അതാണ് ആ മന്ത്രം ശിവോഹം ശിവോഹം ശിവോഹം. ആ മന്ത്രം നിങ്ങളിൽ സദാ പുലരട്ടെ, സദാ പ്രകാശിക്കട്ടെ, അത് സദാ മുഴങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ